രജി, ഈ കയ്യേറ്റത്തിലേക്ക് കടക്കാതെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് വോട്ടർമാർ വോട്ട് നൽകിയത്, ഈ 102 പേരെ നൽകിയത് ഇങ്ങനെ തല്ലുകൂടാനല്ല. അത് നേരത്തെ പറഞ്ഞ പോലെ താങ്കൾ അസഹിഷ്ണുതപ്പെടേണ്ട കാര്യമില്ല. കേരളത്തിലെ ഈ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ 3,40,40 ലക്ഷം പേരുടെ മുഖ്യമന്ത്രിയാണ്. അറിയാനുള്ള ബാധ്യത കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, ഓരോ പൗരനുമുണ്ട്. അത് നിങ്ങൾ കയ്യേറ്റത്തിലേക്ക് കൊണ്ടുപോകാതെ നിങ്ങൾക്ക് തന്ന മാൻഡേറ്റ് അനുസരിച്ച് നിങ്ങൾ വളരെ വേഗം മുഖ്യമന്ത്രി നിശ്ചയിക്കൂ. അല്ലാതെ മുണ്ടൂരിയലിലേക്കും കയ്യേറ്റത്തിലേക്കും പോകരുതെന്നാണ്. അതിനൊരു മാൻഡേറ്റ് തന്നിട്ടില്ലെന്നാണ് നുസൂറും ഹഫീസും പറഞ്ഞത്. നോക്കൂ ശ്രീ സിജു, ഈ ഒരു പ്രബുദ്ധ കേരളത്തില് നമ്മുടെ നേതാക്കൾ ആരായിരിക്കണം, നമ്മുടെ ഭരണകർത്താക്കൾ ആരായിരിക്കണം, അതിലെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാലതാമസത്തെയോ ഒക്കെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം പറയുന്നതല്ലേ, അതിൽ ഒരു തർക്കവും ഞാൻ പറഞ്ഞിട്ടില്ല. അത് ആർക്കും അഭിപ്രായം പറയാം, ആർക്കും എതിരഭിപ്രായം പറയാം. അത് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് അത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്, ഭരണഘടനാപരമായി അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ അതിനെ ഒന്നും വിമർശിച്ചിട്ടില്ല. അത് ബഹുമാന്യനായ ശ്രീ ഹുസൂറൊക്കെ അത് തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ അത്തരത്തിലല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ, ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും വേഗത്തിൽ വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാകുമ്പോൾ ആശയവിനിമയങ്ങൾ നടത്തും. അതിന്റെ സമയമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ നേതാവിനെയും സ്നേഹിക്കുന്നവർ അവരുടെ ഇഷ്ടത്തിന്റെ ആധിക്യത്താൽ തെരുവിൽ പ്രകടനം നടത്തുകയും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാവ് നേതൃത്വ നിരയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വാഭാവികമാണ്. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ളതല്ല. 2006 ബഹുമാന്യനായ അന്നത്തെ VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിച്ചപ്പോഴും ഒക്കെ തന്നെ വലിയ പ്രകടനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ തിരുവനന്തപുരത്ത് നഗരത്തിലും രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മൾ കണ്ടു. അല്ല, താങ്കൾ പറഞ്ഞത് ശരിയാണ്. അന്ന് അവിടെ 2006 പ്രകടനം നടന്നിട്ടുണ്ട്. അത് അന്ന് ഇടതുപക്ഷം CPM അന്ന് കൃത്യമായ ആ പ്രവർത്തകരെ അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചു. ഒരു പാർട്ടി എന്ന രീതിയിൽ കൃത്യമായ ഇടപെടലുണ്ടായിരുന്നു. ഇതെന്താണ് നാഗണ്ട കഞ്ഞി എന്ന് പറയുന്നത് പോലെ കാണുന്നവരൊക്കെ റോഡിലേക്ക് ഇറങ്ങുകയാണ്, ഫ്ലക്സുകൾ വലിച്ചു കീറുന്നു, കരിയോലൊഴിക്കുന്നു. ഇന്ന് വൈകിട്ട് വലിയ ശക്തി പ്രകടനം നടക്കുകയാണ്. ഇത് കയ്യേറ്റത്തിലേക്ക് പോകില്ല എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? അവിടെയാണ് പ്രശ്നം. പാർട്ടികൾ താങ്കൾ പറയുന്ന ജനാധിപത്യ സ്വഭാവത്തിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. കയ്യേറ്റത്തിലേക്ക് പോകുമ്പോൾ ഒരു വാക്ക് കൊണ്ട് പോലും നിങ്ങളുടെ നേതാക്കൾ തടയുന്നില്ലല്ലോ. KC അനുകൂലിച്ച് ഫ്ലക്സുകൾ വരുമ്പോൾ, രമേശ് ചെന്നിത്തല അനുകൂലിച്ച് വലിയ ഫ്ലക്സുകൾ വരുമ്പോൾ അത് പാടില്ല എന്ന നേതാക്കൾ പറയാത്തത് എന്താണ്? അതാണോ ജനാധിപത്യം എന്ന് പറയുന്നത്? അങ്ങ് തെറ്റിദ്ധരിക്കുകയാണ്. ഇവിടെ പാർട്ടി, അതായത് സംസ്ഥാന നേതൃത്വം ഇത്തരത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ അറിവില്ലാതെ നടത്തുന്ന എല്ലാ തരത്തിലുള്ള പ്രകടനങ്ങളെയും വിമർശിക്കുകയും അച്ചടക്ക നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൂടി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്.